ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പുതിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തണം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയക്കറക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് പുളിവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്ത് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് അതാണ് കേട്ടോ. അത് തിളച്ചൊരു പകുതി തക്കാളി വെന്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മീൻ ഇങ്ങനെ നിരയത്തിലാണ് വെച്ച് കൊടുത്തു. പിന്നെ അത് അങ്ങനെ ഇരുന്നുകാണ്ട് ചെറിയ തിളച്ചതിന് ശേഷം മൺചട്ടിയാണല്ലോ, അപ്പോൾ കുറഞ്ഞ തീയിൽ അങ്ങനെ ഒരു 10-20 മിനിറ്റ് തിളച്ചോട്ടെ. അങ്ങനെ വെന്ത് വരുന്നതാണ് ടേസ്റ്റ്. ഇനി ഇളക്കി കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ അത് 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനത് വാങ്ങി വെച്ചു. അപ്പോൾ ഉമ്മ ഇന്ന് ഉലുവ ഇടാൻ പറഞ്ഞുകൊണ്ട് ഉമ്മന്നെ ഇട്ട് വെച്ചതാട്ടാ. ആ ചീരുള്ളിക്ക് രസം ഉലുവ ഇട്ടിക്കണ്. പിന്നെ ചീരുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈസക്കുട്ടിക്ക് പാല് റെഡിയാക്കണുണ്ട്. പാല് കാച്ചി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ പൊടിയൊക്കെ കലക്കി ഒഴിച്ച് പൊടി റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് പനിയത്തിൻ്റെ വീട്ടിലേക്കൊന്ന് വിരുന്ന് വറക്കാൻ പോകണമെന്ന് വിചാരിച്ചു, കുറേ കാലമായി പോയിട്ട്. അപ്പോൾ അതാ തൂമ്പിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടോ. ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. എന്നാലും മൺചട്ടി ആകുമ്പോൾ കുറച്ച് നേരം തിളച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊന്നാണ് മൂടി വെക്കുക. അപ്പോൾ കുട്ടിക്ക് പൊടി വരിക കേട്ടോ. അപ്പോൾ കുട്ടിക്ക് കുറച്ച് കൊടുക്കുകയും ചെയ്യുക, ബാക്കി അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുക വിചാരിച്ച് കണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ക്യാരറ്റും കാബേജും ഒക്കെ കൂടി ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ ഒരുപാട് അരിഞ്ഞെന്ന് വെച്ച് ഞാൻ എന്താ ചെയ്യൽ വിചാരിച്ചാൽ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെക്കും കേട്ടോ, ബോക്സിലാക്കിയിട്ട്. ഇപ്പോൾ ഇത് തുണി തന്നെ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റിന് അങ്ങനത്തെ കളർ വ്യത്യാസമൊന്നും വരില്ല. ഇതിപ്പോൾ കുറച്ച് പുറത്തേക്ക് എടുത്ത് വെച്ച ക്യാരറ്റിൻ്റെ തോലിനാട്ടോ കളർ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാബേജും ക്യാരറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് തേങ്ങയും വല്യുള്ളിയൊക്കെ കൂടി ഇട്ടാൽ, പിന്നെ വെളുത്തുള്ളി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി പിന്നെ ഞാൻ ഇടണില്ല, അമ്മക്ക് എല്ലാറ്റിലും ഉണ്ട് അങ്ങനെ വെളുത്തുള്ളി പറ്റില്ല. അപ്പോൾ ക്യാരറ്റും കാബേജ്, വല്യുള്ളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി റെഡിയാക്കിയത്. അപ്പോൾ നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് ഒരു 5 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ കടു വറുത്തതിൻ്റെ ശേഷം അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. കാബേജ് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയല്ലോ. ക്യാരറ്റും തന്നെ നമുക്ക് കുറച്ചൊന്ന് വാടിയാൽ മതി. പിന്നെ കൈയൊക്കെ നിങ്ങൾക്ക് ചുട്ട് നീറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാട്ടണ മാതിരി പച്ചമുളക് ഇട്ടുകൊണ്ട് കുഴക്കണ്ട കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇതിങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ തിന്നാൻ. അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ച് കണ്ട് അതിൽ കടുവൊക്കെ ഇട്ട് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇടുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് അതിൽ ഇട്ടുകൊണ്ട് ഒന്ന് മൂടി വെക്കുവാണ്, നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അധികം വല്ലാതെ ഇതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചട്ടിയിൽ ഇരുന്ന് കണ്ട് ഒന്ന് മൂടി കൊടുത്താൽ തന്നെ ഒന്നുകൊണ്ട് സോഫ്റ്റായി വരും. പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിക്കണമല്ലോ, അപ്പോൾ തന്നെ നല്ല സോഫ്റ്റാകും. അപ്പോഴേക്ക് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വെള്ളം പാർന്ന് അടിച്ചോരൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇതുമാണല്ലോ നമുക്ക് അതിൻ്റെ അടിയിൽ നടക്കുക. പിന്നെ വെച്ചാൽ ഇങ്ങനെ പൊടി പാർന്ന സ്ഥലമാകുമ്പോൾ നമുക്കിങ്ങനെ അടിച്ചോരി കണ്ട് അങ്ങനെ തുടക്കണേക്കാട്ടി ഏറ്റവും നല്ലത് നമ്മൾ വെള്ളം ഒഴിച്ച് കണ്ട് തുടച്ചെടുക്കണതാണ്. അപ്പോൾ ഒരു അടുപ്പത്തോടെ നമ്മളെ കൂട്ടാൻ റെഡി ആകുന്നുണ്ട്, കറി റെഡി ആയിക്കണ്. പിന്നെ പ്രത്യേകിച്ച് കൂട്ടാനാണിതൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ ഞാൻ ഇന്ന് രാത്രി അനിയത്തിൻ്റെ വീട്ടിലാട്ടോ. നമ്മൾക്ക് നേരത്തെ തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ച് ഏതായാലും പോകുമ്പോഴത്തേന് ഇവിടുന്ന് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാട്ടോ പോയത്. പിന്നെ പിറ്റേന്ന് ഉച്ചക്കത്തെ കുറച്ച് പരിപാടിയും കൂടിയാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് വന്നപ്പോൾ തന്നെ 10:30 മണിയൊക്കെ കഴിഞ്ഞേക്കണ്. അപ്പോൾ ഇതൊക്കെ ഉമ്മ ഇവിടെ ചാറുണ്ടാക്കി, അതേപോലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം ഇതേമാതിരി ഒന്ന് വെള്ളം പാർന്നൊക്കെ അടുക്കള വൃത്തിയാക്കിയതിൻ്റെ ശേഷം ആ ചാറും കൂട്ടാനൊക്കെ തന്നെ നമ്മളുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉമ്മ വെച്ചാലും നല്ല ടേസ്റ്റാട്ടോ നമ്മളെ. പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മളതിനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തന്നെ തോന്നും. കാരണം വെച്ചാൽ ഒരേ രുചി കിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ഒരാൾ വെച്ച് തരുമ്പോൾ നമുക്കൊരു ടേസ്റ്റ്. പിന്നെ പ്രത്യേകിച്ച് ഉമ്മമാരെ ഒരു ഭക്ഷണം കൂടി ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ കറികളും ഇതൊക്കെ ഇങ്ങനെ ഓരോ വൈക്ക് ഓരോ സാധനങ്ങളായിട്ട് റെഡിയാക്കിക്കൊണ്ട് എടുക്കുന്നുണ്ട്. ഇത് പിന്നെ പിറ്റേന്ന് എടുത്താട്ടോ. പിറ്റേന്ന് ഉച്ചക്ക് പപ്പടം പൊരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചൊരു വലിയ ചട്ടിയിൽ വെച്ച് കണ്ട് പപ്പടങ്ങൾ ഒന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്നുണ്ടല്ലോ പൊരിച്ചെടുക്കാൻ.
പിന്നെ എന്ന് വെച്ചാൽ കാക്കാക്ക് കുറച്ച് നല്ലോണം ചോക്കും വേണം, ഉമ്മാക്കാണെങ്കിൽ അതിൻ്റെ അധികം ചോക്കും വേണ്ട. അപ്പോൾ പപ്പടം ഇങ്ങനെ പൊരിച്ചെടുക്കുകയാകുമ്പോൾ നമുക്കെല്ലാം സുഖമാണ്. ഞാനല്ലേ പപ്പടം നടുവൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പപ്പട പാത്രത്തിൽ തന്നെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടി കൂടുതൽ കൊള്ളും. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ കട്ട് ചെയ്യണമല്ല, എൻ്റെ ഫീഡ്സറിൽ വെച്ച പപ്പടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നടു ഇങ്ങനെ ചെയ്തു പൊട്ടിച്ചതാണ് കൈ കൊണ്ട് തന്നെ. അപ്പോൾ കംപ്ലീറ്റ് കൊണ്ട് പൊട്ടി പോകുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി എന്നുള്ള എനിക്ക്. പിന്നെ പപ്പടം ഞാൻ വലിയപ്പടം മാത്രമേ അങ്ങനെ ചെയ്യലുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇറച്ചി പറ്റാത്തവർ, മീൻ പറ്റാത്തവർ ഒക്കെ ഉള്ള കാരണം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ബീഫ് പൊരിച്ചെടുക്കുകയാണ്. സഫാഫും ഉണ്ട് ഇവിടെ, സഹീമും ഉണ്ട് മീൻ തിന്നാത്തവർ. അപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടതാണ്. പിന്നെ മല്ലിൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ചും കൂടി കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് മുരിച്ച് കൊടുക്കുക. പക്ഷെ ചെറുതാക്കി കരിവേപ്പിൻ്റെ ഇല അരിഞ്ഞ് കൊടുത്താൽ എന്താ ഒരു കുണം വിചാരിച്ചാലേ അത് കംപ്ലീറ്റ് എല്ലാവരും തിന്ന് കഴിഞ്ഞോളൂ. കരിവേപ്പിൻ്റെ ഇല എപ്പോഴും നമ്മളെ ശരീരത്തിന് നല്ലതാണ്, നമ്മളെ മുടിക്കൊക്കെ നല്ലതാണ്. പക്ഷെ വലിയ ഇതാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അപ്പം തന്നെ ഒഴിവാക്കും. അപ്പോൾ ഇതിന് നല്ലോണം തുടച്ചിട്ട് എടുത്തതിൻ്റെ ശേഷം ഇതിൽ തന്നെ മീനൊക്കെ പൊരിക്കുകയാണ്. ചാറ് പരിപ്പും ചേനയും പച്ചപ്പായവും ഒക്കെ കൂടി ഇട്ടാണ് ഉമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങൾ വെക്കണ്ട, ഞാൻ വന്നിട്ടുണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ ഉമ്മ റെഡിയാക്കി എടുത്തതാട്ടാ. ഇമ്മക്ക് ഒരുവിധം വയ്ക്കുന്നുണ്ടെങ്കിൽ ഇമ്മക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഉമ്മ ചെയ്തെടുക്കും. ഞാൻ സമ്മതിക്കൂലെന്നുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ പൊരിക്കണേക്കാട്ടി നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയിലോ അതേ പിച്ചള ചട്ടി അലുമിനിയം ചട്ടിയിലൊക്കെ പൊരിക്കണതാട്ടാ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇങ്ങനെ പൊരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ച് നോക്കണ്ടേ. ഇത് മസാല ഇങ്ങനെ കൂടുതലായി തോന്നുന്നതെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അത് ഇട്ടിട്ടെന്ന് വെച്ചെങ്കിൽ നമ്മളെ മസാല വേഗം അടി പിടിക്കണ പോലെ ഉണ്ടാവും. ഉണ്ടാക്കുകയാണ് ഇമ്മ ഉണ്ടാക്കി വെച്ച ചാറ്. എന്താ ടേസ്റ്റ് അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അലി ഇന്ന് ചോറ് എനിക്കെന്താ കൂട്ടാൻ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചോദിക്കും കേട്ടോ അവനോട്, എനിക്കെന്താ കൂട്ടാൻ, എന്താ ഉണ്ടാക്കിക്കണമെന്നൊക്കെ ചോദിക്കും. നമ്മളല്ലേ ചാറും കൂട്ടാനൊന്നും അവന് പറ്റൂല. അപ്പോൾ ഇന്ന് ഞാൻ ചോറൊന്നും ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ പപ്പടം പൊരിച്ചത് തരട്ടെ എനിക്കെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതിന് ഞാൻ ചോറ് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ 2 മണിക്കോ 2:30 കേട്ടോ ചോറ് വെക്കുക. എന്നാൽ രാത്രിക്കൊക്കെ പിറ്റേന്ന് രാവിലേക്കൊക്കെ കൂടി ചേർത്താൽ വെക്കലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് ഞാൻ തരാം, ഇവിടുന്ന് തരാറിനപ്പോൾ എനിക്ക് പരിപ്പും കറിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പരിപ്പും കറി അയക്ര പൊരിച്ചതും പപ്പടം പൊരിച്ചതും ചോറും കൂടി കൊടുക്കുകയാണ് അവനക്ക്. പിന്നെ ഇത് ഞങ്ങൾക്കും റെഡിയാക്കി എടുത്താണ്. അതിന് പിന്നെ അതിൻ്റെ ശേഷം റാണി കഴിച്ച. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.